മാമന്നൻ സിനിമയിലെ നായകനേക്കാൾ വളർന്ന ഫഹദ് ഫാസിലിൻ്റെ രത്നവേൽ എന്ന വില്ലൻ കഥാപാത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തമിഴ് സിനിമയിൽ ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അന്ന് നായകനായി അഭിനയിച്ചത് മറ്റാരുമല്ല, ഉലക നായകനായ കമൽഹാസനാണ്. വില്ലനോ സൂപ്പർ സ്റ്റാർ രജനീകാന്തും. കമൽഹാസൻ ഒരു ആക്ടിംഗ് ലെജൻഡാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടുകൂടി രജനീകാന്ത് അവതരിപ്പിച്ച പരട്ടെ എന്ന വില്ലൻ കഥാപാത്രം നായകനേക്കാൾ പ്രേക്ഷക പ്രീതി നേടി. തമിഴ് സിനിമയിലെ ലെജൻഡറി ഡയറക്ടറായ ഭാരതി രാജയുടെ ആദ്യ ചിത്രമായ 16 വയതിനിലെ എന്ന സിനിമയ്ക്കാണ് ഇത് സംഭവിച്ചത്. നായികയായ ശ്രീദേവിയെ റേപ്പ് ചെയ്യുന്ന കൊടൂര വില്ലനാണ് രജനീകാന്തിൻ്റെ പരട്ടെ. എന്നിട്ടുകൂടി ആ കഥാപാത്രത്തിന് നായകനേക്കാൾ വലിയ ഫാൻ ബേസ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. രജനീകാന്തിൻ്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു ഈ കഥാപാത്രം. മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, രജനീകാന്തിന് ഈ സിനിമയിൽ ചെറിയ സ്ക്രീൻ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടുകൂടി ആ കഥാപാത്രം വലിയ രീതിയിൽ അന്ന് ആഘോഷിക്കപ്പെട്ടു. മാമന്നനിലെ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലി എന്നതിലുപരിയായി ചില രാഷ്ട്രീയ അജണ്ടകൾ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ 16 വയതിനിലെ രജനീകാന്തിൻ്റെ കഥാപാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് അന്നുവരെ തമിഴ് സിനിമ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റേത് മാത്രമായിട്ടുള്ള അഭിനയ ശൈലി കൊണ്ടാണ്. ഈ 2 സിനിമകളിലെ വില്ലന്മാർ നായകനേക്കാൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് ഒരു കൗതുകമായി നമുക്ക് തോന്നുമെങ്കിലും സമൂഹമെന്ന രീതിയിലുള്ള നമ്മുടെ അപജയത്തെ കൂടി ഇത് കാണിച്ചു തരുന്നു.